ബിഗ് ബോസ് സീസൺ 1-ൽ സാബുമോൻ, സീസൺ 3-ൽ മണിക്കുട്ടൻ, സീസൺ 4-ൽ ദിൽഷ, സീസൺ 5-ൽ അഖിൽ മാരാർ, ഏറ്റവും ഒടുവിൽ സീസൺ 6-ൽ ജിൻഡോയും. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ എന്ന വാക്ക് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒന്ന് ഓർക്കണം, ഒരിക്കലും ജയിക്കില്ലെന്ന് ഭൂരിഭാഗവും വിധിയെഴുതിയ മത്സരാർത്ഥിയാണ് ഇന്ന് ബിഗ് ബോസ് വിജയ കിരീടം ചൂടി തലയുയർത്തി നിൽക്കുന്നത്. 100 ദിവസം സർവൈവൽ എന്ന വേർഡ് മറികടന്ന് ടൈറ്റിൽ വിന്നറിലേക്ക് എത്തുകയെന്നത് ചില്ലറ കാര്യമല്ല. പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ, പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങൾ, മാനസിക സംഘർഷം തുടങ്ങിയവയെല്ലാം മറികടന്നാണ് ജിൻഡോ വിന്നറായത്. സെലിബ്രേറ്റ് ഫിറ്റ്നസ് ട്രെയിനർ എന്ന ടാഗ് ലൈനോടെ ബിഗ് ബോസ് വീട്ടിലെത്തി പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച പ്രേക്ഷകരിൽ ഒരാളായി മാറിയ മത്സരാർത്ഥിയാണ് ജിൻഡോ. നോർമൽ ബോഡി ബിൽഡറായി ബിഗ് ബോസ് വീട്ടിലെത്തിയ ജിൻഡോ ആദ്യ ആഴ്ചയിൽ ഗെയിം എന്തെന്ന് മനസ്സിലാകാതെ എവിടെ തുടങ്ങണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. എല്ലാ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി മറ്റുള്ള മത്സരാർത്ഥികൾ സ്ക്രീൻ സ്പേസിനായി ആവും വിധം പരിശ്രമിച്ചപ്പോൾ ജിൻഡോ ആദ്യ ആഴ്ചയിൽ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. രണ്ടാമത്തെ ആഴ്ച എത്തിയതും ജിൻഡോ ട്രാക്ക് മാറ്റിപ്പിടിച്ചു. സടകുടഞ്ഞെണീറ്റ സിംഹത്തെ പോലെയായിരുന്നു പിന്നീട് അങ്ങോട്ട്. 3-4 ആഴ്ചകൾ ജിൻഡോയ്ക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചതുപോലെയാണ് പ്രേക്ഷകർക്ക് തോന്നിയത്. ഹൗസിലെ എല്ലാ വിഷയങ്ങളിലും ആവശ്യമായും അനാവശ്യമായും ഇടപെട്ട് അത് ചർച്ചയാക്കി. ഏത് വിധേനയും സ്ക്രീൻ സ്പേസ് ലഭിക്കണമെന്ന ചിന്തയിൽ സ്വയം കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. നോറ, ജാസ്മിൻ ഇവരെ മാത്രം ഫോക്കസ് ചെയ്ത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വഴക്കിട്ടു. ഇതിന്റെ പേരിൽ മത്സരാർത്ഥികൾ പോലും പരസ്പരം ജിൻഡോയെ പരിഹസിക്കാൻ തുടങ്ങി. ഒപ്പം മണ്ടൻ എന്ന ടാഗ് ലൈനും ലഭിച്ചു. ഇതിനിടയിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും അശ്ലീല വാക്കുകളും ജിൻഡോയെ എവിക്ഷനിൽ കൊണ്ടെത്തിച്ചു. തലനാരിഴയ്ക്കാണ് എവിക്റ്റ് ആകുന്നതിൽ നിന്നും അന്ന് ജിൻഡോ രക്ഷപ്പെട്ടത്. ശേഷം അങ്ങോട്ട് മറ്റൊരു ജിൻഡോയെയാണ് പ്രേക്ഷകരും മത്സരാർത്ഥികളും കണ്ടത്. എത്ര പ്രൊവോക്കിംഗ് മറ്റുള്ള മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായാലും തന്മയത്വത്തോടെ സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ ജിൻഡോ ശ്രമിച്ചിരുന്നു. മണ്ടൻ ടാഗ് ലൈൻ മത്സരാർത്ഥികൾ തമാശ രീതിയിലാണ് അദ്ദേഹത്തിന് നൽകിയതെങ്കിലും അതിനെ പേഴ്സണലി കണ്ടുകൊണ്ട് പറഞ്ഞവരെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിക്കണമെന്ന വാശിയിൽ പോരാടി. ഇതിന്റെ ഫലമായി 2-ാം ആഴ്ചയും 3-ാം ആഴ്ചയും പവർ റൂമിലും കയറിപ്പറ്റി. ഒപ്പം ക്യാപ്റ്റൻ ആവുകയും ചെയ്തു. മറ്റ് മത്സരാർത്ഥികൾ കംഫർട്ടബിൾ ആയവരെ ഫേവർ ചെയ്ത് ഭൂരിപക്ഷ അഭിപ്രായത്തെ പരിഗണിച്ച് മുൻപോട്ട് പോയപ്പോൾ ജിൻഡോ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഗെയിം പ്ലാനാണ് സ്വീകരിച്ചത്. ഓരോ മത്സരാർത്ഥികളുടെ വീക്ക് പോയിന്റും സ്വഭാവ ഗുണങ്ങളും മനസ്സിലാക്കി ഗെയിം കളിച്ചു. ഇതിനിടയിൽ പല മുഖങ്ങളും അഴിഞ്ഞു വീഴുകയും ചെയ്തു. പ്രേക്ഷക പിന്തുണ ലഭിക്കാത്തതും നെഗറ്റീവ് ഇമേജുള്ളതുമായ മത്സരാർത്ഥികളെ കണ്ടെത്തി അവരെ ടാർഗറ്റ് ചെയ്തു. കാരണം അതിലൂടെ പ്രേക്ഷക പിന്തുണ ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അങ്ങനെയാണ് ജാസ്മിൻ, ഗബ്രി, നോറ തുടങ്ങിയവർ ജിൻഡോയുടെ ഇരകളാകുന്നത്. പലപ്പോഴും ജിൻഡോയുടെ പ്രൊവോക്കിൽ ജാസ്മിൻ കൺട്രോൾ പോവുകയും മോശം വാക്കുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഫാമിലി വീക്കിന് പിന്നാലെ സേഫ് ഗെയിം സ്ട്രാറ്റജിയാണ് ജിൻഡോ ഫോളോ ചെയ്തത്. അധികം ആരോടും വഴക്കിടാതെ സമാധാന അന്തരീക്ഷത്തിൽ തെറ്റ് ഏറ്റുപറഞ്ഞും മാപ്പ് ചോദിച്ചും ഈ ഒരു രീതിയിലാണ് കക്ഷി മുൻപോട്ട് പോയത്. അവസാന നിമിഷത്തേക്ക് തനിക്ക് ചെയ്യാനുള്ളത് സിമ്പതി ട്രാക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം നീങ്ങി. ചെയ്ത തെറ്റുകൾ സ്വയം മനസ്സിലാക്കി തിരുത്തി എന്നതാണ് ജിൻഡോയുടെ യഥാർത്ഥ വിജയം. പരസ്പരം വഴക്കിട്ടവരെ അവസാന നിമിഷം തന്റെ സുഹൃത്തുക്കളാക്കാനും ജിൻഡോ മറന്നില്ല. ടോപ്പ് 5-ലെത്തിയപ്പോഴും ജിൻഡോയുടെ എതിരാളി ജാസ്മിൻ ആയിരിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. പകരം അർജുനുമായിരുന്നു ഡയറക്റ്റ് കോമ്പറ്റീഷൻ. ന്യൂ ജനറേഷന്റെ വോട്ടുകൾ അർജുനെ തേടിയെത്തിയപ്പോൾ പ്രായഭേദമില്ലാതെയാണ് ജിൻഡോയ്ക്ക് വോട്ടുകൾ ലഭിച്ചത്. പ്രേക്ഷകരിൽ ഒരാളായിരുന്നു എന്നതിന്റെ തെളിവാണത്. വിമർശിക്കാൻ നിരവധി പേരുണ്ടായിരിക്കും, പക്ഷേ വിജയിക്കണമെന്ന വാശിയുണ്ടെങ്കിൽ അവിടെ ഒന്നിനും തോൽപ്പിക്കാനാകില്ല. അതിനുള്ള തെളിവാണ് ജിൻഡോ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.